RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ലോകകപ്പിന്റെ സെമിഫൈനലിൽ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ വിസസ് ഫ്രാൻസ് മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ എംബാപ്പയും സംഘത്തെയും അങ്ങനെ കൊന്ന് കുഴിച്ചു മൂടാന്ന് പറയില്ല, അതാണ് സ്പെയിൻ എന്ന് പറയുന്ന കാളക്കൂറ്റന്മാര് നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ കാളക്കൂറ്റന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവന്മാര് തുറത്തിക്കൊണ്ടിരുന്ന അങ്ങോട്ട് തുറത്തി അടിക്കും പറയില്ലേ, അമ്മാതിരി സാധനം ചെയ്യുന്ന പരിപാടിയുള്ള ആൾക്കാരാണ്. അക്ഷരാർത്ഥത്തില് ഫ്രാൻസിനെ അങ്ങോട്ട് നിലംപരിശാക്കാന്ന് പറയില്ലേ, അമ്മാതിരി പെർഫോമൻസ് ആണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു 60 മിനിറ്റ് 70 മിനിറ്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചത് ഇത് 2022 വേൾഡ് കപ്പിന്റെ ഹൈലൈറ്റ്സ് തന്നെയാണ്. അതേപോലെ കളി പോയിക്കൊണ്ടിരുന്നു, അതേ റിപ്പീറ്റ്. എങ്ങനെയാണ് ഫ്രാൻസിനെ പൂട്ട് ചെയ്ത് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു സ്പെയിന്റെ ഭാഗത്ത്. ആദ്യം തന്നെ ലെമീൻ യമാലിനെ ഫൗൾ ചെയ്ത് ഡിങ്കൻ ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൽറ്റിയിൽ 1-0 മുന്നിലെത്താണ്. പിന്നെയും കളി കൺട്രോളും അതേപോലെ തന്നെ എമ്മാതിരി കളിയാടോ. കളി പറയാന്ന് പറഞ്ഞാല് ഇത് ഫ്രാൻസിന് എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കേണ്ടതെന്ന് സ്പെയിന് പറഞ്ഞു കൊടുത്ത ഒരു മത്സരമാണ്. ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും ഫൈനൽ ഫോറിലേക്ക് ബോൾ ത്രൂ പാസ് ചെയ്യാം, അവിടെ നിന്ന് ഈ 4 പേരും കൂടെ ട്രിബിൾ ചെയ്യുക, ഗോൾ അടിക്കുക, ഇതെല്ലാം ഫുട്ബോൾ ഇങ്ങനെയല്ല കളിക്കുക എന്ന് കാണിച്ചു കൊടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിന് ഒത്ത എതിരാളിയെ കിട്ടിയത് ഈ ഒരു ടീമാണ് സ്പെയിൻ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിനെ വീഴ്ത്താനുള്ള ഒരേ ഒരു ടീം ഇത് ഈ പ്രാവശ്യം സ്പെയിൻ തന്നെയാണ്. സ്പെയിനിന്റെ മറികടന്ന് ഫൈനൽ എത്തുന്ന വലിയ കാര്യം തന്നെയാണ്. കളി തുടങ്ങുന്ന മുമ്പ് 2 ടീമുകളും യമാലും ബാപ്പയും ഒക്കെ തുടങ്ങിയിട്ട് വായ്ത്താളങ്ങൾ ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വായ്ത്താളത്തിന് അത്ര പഠനം കാഴ്ചവെച്ചത് ലക്ഷ്മി അമ്മാളിന്റെ സ്പെയിൻ തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല എന്നുള്ള കാര്യമാണ്. ഏത് തരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അത് അവരുടെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാലും ഗോൾ കീപ്പർ നോക്കിക്കഴിഞ്ഞാലും അവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ അറ്റാക്കിംഗ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം കൊണ്ടും ടോട്ടൽ ഫുട്ബോൾ. വേൾഡ് കപ്പ് സെമിഫൈനലിൽ ആ ഒരു ഫൈനൽ വിസിറ്റ് ഊതിയപ്പോ ആർക്കാണ് ഈ മാൻ ഓഫ് ദി മാച്ച് കൊടുക്കുക എന്നുള്ളതിൽ ഭയങ്കര ആശങ്കയിലായിരിക്കും. എന്താ പറയുക, യമാലിന് കൊടുക്കോ, ഓൽമോയ്ക്ക് കൊടുക്കോ, റോഡ്രിക്ക് കൊടുക്കോ, വൈർസവാലിന് കൊടുക്കോ, അതോ പെഡ്രോ പോറോ, ഏത് ഈ മാൻ ഓഫ് ദി മാച്ച് അടിച്ച് ചകൈക്ക് കൊടുക്കോ, അതോ കുബാർസിക്ക് കൊടുക്കോ, അതോ ഉനിയൻ സിമോണിക്ക് കൊടുക്കോ? എമ്മാതിരി പെർഫോമൻസ് ഇടോ കുക്കറയിലേക്ക് കൊടുക്കും. എല്ലാവരും ഒന്നിനൊന്നും വെച്ചും. ഫ്രാൻസിന്റെ കാലിൽ ബോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് 1-2 പ്ലെയർ വിട്ട് ആ ബോൾ റിക്കവർ ചെയ്തിട്ട് സ്പെയിന്റെ കൺട്രോൾ കൊണ്ടുവരിക. പിന്നെ കളിമെനയ എമ്മാതിരി വട്ടം കറക്കലാണ്. ഈ റോഡ്രി എന്ന് പറയുന്ന ചങ്ങായി എന്തുകൊണ്ടാണ് ബാലൻഡിയർ അർഹിച്ചതെന്ന്, അതിനുശേഷം ACL ഇഞ്ചുറി ഉണ്ടായിരുന്നു, അതിനുശേഷം സിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആള് ഫോമിലേക്ക് തിരിച്ചു വരാനായത്. പക്ഷെ വേൾഡ് കപ്പിൽ അങ്ങേരുടെ വേൾഡ് കപ്പാണത്. എമ്മാതിരി ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും അടിക്കേണ്ട ഒരു മിഡ്ഫീൽഡറിന് കളിയെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതേപോലെ ഓൽമോ, എന്റെ പൊന്ന് എന്താണ് ചങ്ങായി നിങ്ങൾ കാണിക്കുന്നത്. എല്ലാവരും ഡിഫൻസിൽ നോക്കിയാലുണ്ട്, അറ്റാക്കിൽ നോക്കിയാലുണ്ട്, അതേപോലെ ബോൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പെഡ്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഈ ചങ്ങായിമാരെയൊക്കെ കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണി എടുക്കുന്നുണ്ട് അവിടെ. ഓൽമോയുടെയൊക്കെ ബാഴ്സലോണയുടെ ഒക്കെ എക്സ്ട്രീം വേർഷൻ അവിടെ നിന്ന് കളിച്ചതിന്റെ എത്രയോ മടങ്ങ് മുകളിലാണ് ഇപ്പോൾ ഓൽമോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെക്കൻഡ് ഗോളിലേക്കുള്ള ആ ഒരു ബോള് ഒരു ഡിഫ്ലക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഫൗളിനും ഇടയിലൂടെ ആ സമയത്ത് ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ വീണ്ടും ബിഗ് ടൂർണമെന്റിൽ 3ാമത്തെ മത്സരത്തിൽ നിന്ന് സ്പെയിനിന് ഫ്രാൻസിനെ പുറത്താക്കിയിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെ ലെമീൻ യമാലിന്റെ സ്പെയിന് കഴിഞ്ഞ യൂറോ കപ്പിൽ, അതേപോലെ തന്നെ നാഷണൽസ് ലീഗിൽ സെമിഫൈനലിലും ക്വാർട്ടർ ഫൈനലുകളൊക്കെ അതും 5ഉം 4ഉം 9 ഗോളുകൾ പറഞ്ഞിട്ടും അതിൽ സ്പെയിനാണ് ജയിച്ചത്. അതിനുശേഷം നാഷണൽ ലീഗ് ഉണ്ടായിരുന്നു, അതിൽ 2-1 പരാജയപ്പിടിച്ച സെമിയിൽ വീണ്ടും അടുത്ത മത്സരത്തിൽ 2-0 അതും വേൾഡ് കപ്പിന്റെ ഏറ്റവും ഫേവറേറ്റുകൾ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിന് കപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് കുറെ ടീമുകൾ വന്ന് ഇങ്ങനെ മെഴുകുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല, എമ്മാതിരി മെഴുകലായിരുന്നു. ഇതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ, ഈ അറ്റാക്കിംഗ് അതേപോലെ ഗോൾ സ്കോർ ചെയ്യൽ മാത്രമല്ല. അങ്ങനെ വേൾഡ് കപ്പിൽ ഏറ്റവും ടോപ്പിൽ ഗോൾ സ്കോറിംഗിൽ അതേപോലെ തന്നെ ഗോൾ കോൺട്രിബ്യൂഷനിലൊക്കെ ടോപ്പിൽ നിന്നും എംബാപ്പയാണ്. പക്ഷെ ആ ചങ്ങായിയുടെ ഒരു കിക്ക് ഇന്നത്തെ മത്സരത്തിൽ 66ാം മിനിറ്റിലാണ് ആ ഒരു കിക്ക് വന്നതെന്ന് ആലോചിക്കണം. അതും ഡിഫ്ലക്ഷനിൽ ഗോൾ പോസ്റ്റിന്റെ ഏതോ സൈഡിലൂടെ പോയി. പിന്നെയൊക്കെ വിട്ട റോക്കറ്റുകളൊക്കെ ഇപ്പൊ ആ ബോളുകളൊക്കെ പൊറുക്കിയിട്ട് ആ ബോൾ ബോയ്സ് പൊറുക്കിയിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. അമ്മാതിരി ഇവിടെ ഇന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓൺ ടാർജറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അറ്റാക്കിംഗ് ട്രൈവുള്ള ആ ഒരു ഫ്രാൻസ് എന്ന് പറയുന്ന ടീം ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും കുറവ് ഓൺ ടാർജറ്റ് ഷോട്ടുകൾ അടിച്ച ഒരു ടീമായിരിക്കുകയാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര കളി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 5ൽ കുറഞ്ഞൊരു ഓൺ ടാർജറ്റ് ഉണ്ടാവില്ല. അത് പരകയ്ക്കെതിരെയും അതിൽ കൂടുതൽ ഓൺ ടാർജറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലും 80 മിനിറ്റുകൾക്ക് ശേഷമാണ് ആ 2 ഷോട്ടുകൾ കൂടി വരുന്നത്. ആകെ ആ ഒരു 80ാം മിനിറ്റ് വരെ ഒറ്റ ഷോട്ടാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നിട്ടുള്ള കാര്യം ആലോചിക്കണം. സ്പെയിനും വലിയ ഓൺ ടാർജറ്റ് 2 അടിച്ചിട്ടുള്ളൂ. പക്ഷെ കളി മൊത്തമായിട്ട് കൺട്രോൾ ചെയ്ത്, പാസിംഗെ കുറിച്ച് ആയിക്കോട്ടെ, ബോൾ കൺട്രോൾ ആയിക്കോട്ടെ, എമ്മാതിരി പാസുകളാണ്, അതേപോലെ ബോൾ റിക്കവറി ആയിക്കോട്ടെ,
ടാക്കിളുകളായിക്കോട്ടെ, അതേപോലെ ഡിഫൻസ് ആയിക്കോട്ടെ, അത് ലോങ് പാസുകളായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഫ്രാൻസിനെ നിശബ്ദരാക്കിയിട്ടാണ് സ്പെയിനിന്റെ ആ ഒരു തേരോട്ടം ആ ഒരു ഫൈനലിലേക്ക് എത്താൻ പിടിച്ചിരിക്കുകയാണ്. അതും 16 വർഷങ്ങൾക്ക് ശേഷം. ആ 2010 സാവി, ഇനിയസ്റ്റിയും പിയോളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പി കെ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ബാഴ്സലോണയുടെ ആ ഒരു എന്താ പറയുക ലാമാസിയുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ അണിനിരന്ന ആ ഒരു മത്സരത്തിൽ അവർ വേൾഡ് കപ്പ് ചൂടിയതിനു ശേഷം 16 വർഷം അവർ അതിനും 16 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നോക്കൌട്ട് റൗണ്ട് വിജയിക്കാതെ ഈ ഒരു വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിങ് തന്നെ വേൾഡ് കപ്പിന്റെ ഫേവറേറ്റുകളായിട്ടാണ് വന്നത്. പക്ഷെ അവർ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ കാലടറി സമനിലയിൽ പിരിയാണ്. അപ്പോൾ കഴിഞ്ഞ സ്പെയിനിന്റെ പരിപാടിയൊക്കെ തീർന്നു. പിന്നെ എല്ലാ കളികളും അവർക്ക് വേണ്ട ഗോളിന്റെ മാർജിനിൽ അവർ ജയിച്ചു പോവാണ്. ആകെ ഈ വേൾഡ് കപ്പിൽ ഒരൊറ്റ ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. അവസാന ക്വാർട്ടർ ഫൈനലിൽ മാത്രമാണ് അവർ ബെൽജിയത്തിനെതിരെ ഒരു ഗോൾ വഴങ്ങിയത്. അതും സിമിയോൺ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ചെറിയൊരു പിഴവ്, അല്ലെങ്കിൽ ആ ഗോളും ഇന്ന് ആ ഒരു വലയിൽ കയറിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. ഈ കളി തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ലമാൽ വിസസ് എംബാപ്പെ, റയൽ മാഡ്രിഡ് വിസസ് ബാഴ്സലോണ. ബാഴ്സലോണയുടെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഓൽമോ, എമാല്, പെഡ്രി, അതുപോലെ ഗാവി, അങ്ങനെ ഒരുപാട് പേര് 8ഓളം പ്ലേയേഴ്സ് കളിക്കുന്നത്. റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയർ പോലും ഇപ്പൊ സൈൻ ചെയ്ത കുക്കറെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്ലെയറും റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് സ്പെയിനിൽ കളിക്കുന്നില്ല എന്ന കാര്യമാണ്. അപ്പോൾ ഒരുവിധം ഫാൻസുകാരൊക്കെ അത് റയല് എന്താ പറഞ്ഞാൽ അവിടെ എംബാപ്പെ അതേപോലെ തന്നെ ഷോമിനി ഇതൊക്കെ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ ഇവര് 2-3 പ്ലേയേഴ്സ് ഫ്രാൻസിന് വേണ്ടി കളിക്കുന്ന സമയത്ത് എന്തായാലും ഫ്രാൻസിന് റയൽ മാഡ്രിഡിന്റെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഫ്രാൻസ് വിസസ് സ്പെയിൻ, അത് റയൽ മാഡ്രിഡ് വിസസ് ബാഴ്സലോണ എന്ന ഒരു ഇതിലേക്കായി. അത് നേരത്തെ തന്നെ കഴിഞ്ഞ സീസണിൽ കണ്ടല്ലോ, 5-6 മെൽ ക്ലാസിക്കോ ഒക്കെ നിരത്തി കൊടുത്തല്ലേ യമാല് എംബാപ്പയ്ക്ക് മുന്നിൽ. അപ്പോ അതിന് ഒരു പകരം വീട്ടാന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ആ ഒരു ഫാൻസുകാരുടെ ആ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അവർക്ക് വൃത്തിക്ക് വെടുപ്പിനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. യമാലിന്റെ കളി എന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓഫ് സൈഡ് ആയിപ്പോയി നിർഭാഗ്യവശാല്. പക്ഷെ ചങ്ങായിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി 2 ആൾ ഇവിടെ 2-3 ആൾക്കാർ വരികയാണ്. അപ്പൊ ആ സ്പേസിലാണ് സ്പെയിൻ ശരിക്കും കളി മുതലെടുത്ത്. ഇതേ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ഒലീസ് ഉണ്ടായിരുന്നു, ബാർക്കോള ഉണ്ടായിരുന്നു, ഡെംബല ഉണ്ടായിരുന്നു. എംബാപ്പനൊന്നും ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഡെംബല എന്തോ 1-2 ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഡെംബലും ചിത്രത്തിലുണ്ടായിരുന്നില്ല. ഒലീസിയോ ഒലീസി, ഒലീസിയൊക്കെ ഒലിച്ചു പോയി എന്ന് തോന്നുന്നു. അമ്മാതിരി ആ ഒരു റെഡ് കാർഡോ എല്ലാ കാർഡോ കിട്ടാത്ത ഭാഗ്യം തന്നെയാണ്. അത് മെസ്സി എങ്ങാനോ ആണെങ്കിൽ ഇപ്പോ എന്തൊക്കെ കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടാവും. ആ ഒരു റോഡ്രിയെ ഫൗൾ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ക്ലിയർ യെല്ലോ കാർഡെങ്കിലും ചുരുങ്ങിയത് ഒരു യെല്ലോ കാർഡ്, പക്ഷെ ഫൗൾ വരെ വിളിച്ചിട്ടില്ല. പിന്നെ കളി കഴിഞ്ഞ ശേഷം ദശാംശ് വന്നിരുന്ന് പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട് ഈ ഒരു റഫറിയൊക്കെ ഈ സെമി ഫൈനൽ നിയന്ത്രിക്കാൻ കഴിവുണ്ടോ. ആ ഒരു പെനാൾട്ടിന്റെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിങ്കന്റെ ആ ഒരു ഹെഡ് ചെയ്തിട്ട് ബോൾ റിസീവ് ചെയ്യുന്ന ആ ടൈമിനുള്ളിൽ തന്നെ യമാല് അത്രയും ഈ ഒരു പ്രായത്തിലുള്ള അത്രയും പക്വതയിൽ ആ ഫുട്ബോൾ ഉണ്ടായിരുന്നതാണ് കാണിച്ചത്. എന്താ പറഞ്ഞാൽ ആൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ട്രൈ ചെയ്ത് ആ ബോളിൽ ടച്ച് തന്റെ ശരീരം കൊണ്ട് ബോൾ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടച്ച് ചെയ്ത് അടുത്ത കിക്ക് എടുക്കാൻ വേണ്ടി ഡിങ്കൻ ശ്രമിക്കുമ്പോൾ ആ ഒരു അറ്റംപ്റ്റ് യമാലിന്റെ മേലെയാണ് കിട്ടുന്നത്. അത് ക്ലിയർ പെനാൾട്ടിയാണ്. ഇനിയിപ്പോ അതിനും ആൾക്കാർ വരും, ഇനി ഇത് പെനാൾട്ടി ആയിരുന്നില്ല, ഇത് ഒത്തുകളിയാണ്, അങ്ങനെ അങ്ങനെ ഫ്രാൻസിനെ അർജന്റീനയ്ക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഇതിലേക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെ ആയിക്കോട്ടെ, കളിയിൽ ഉടനീളം എന്താ പറയാ, എന്റെ പൊന്നു മക്കളെ, ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ടീം ഈ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആകെ സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞ ചെകളിയല്ല, അത് പരോഗെ എന്ന് പറയുന്ന ആ ഒരു കാടൻ കളിയോട് മാത്രമാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഈ പ്രാവശ്യം ഫ്രാൻസ് തന്നെയാണ് സ്പെയിനിലേക്ക് സിമ്പിൾ ആയിട്ട് 4-5 ഗോളിലൊക്കെ എല്ലാവരും പ്രതീക്ഷ 4-5 ഗോൾ, 3-1, 4-1, 5-1 ഇങ്ങനെയൊക്കെ പറയേണ്ടത്. ഇത് സ്പെയിനാണ്. സ്പെയിനിന്റെ കളി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ഹാഫിൽ നിക്കോ വില്യംസിനെ ഇറക്കാതിരുന്നപ്പോൾ എനിക്കൊരു ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ഈ അലക്സ് ബയാന, എന്റെ മോനെ, ഡിഫൻസിൽ അറ്റാക്കിങ്ങിൽ ഗംഭീര പെർഫോമൻസ് പറഞ്ഞ ഒരു രക്ഷയില്ല. അതേപോലെ ഫാബിയൻ റൂയിസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു, ആ ഒരു യമാലും ഓൽമോയും അതേപോലെ തന്നെ ഈ ചങ്ങായിമാരെ കൂടിയിട്ടുള്ള ഒരു പാസ് പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഫ്രാൻസിന് നോക്കി നിൽക്കുക, ഫ്രാൻസിന്റെ ഡിഫൻഡർമാർ. അതെന്തോ ഭാഗ്യം കൊണ്ടാണ് ആ ഉള്ളിൽ കയറുന്നത്, അല്ലെങ്കിൽ ഒരു ഗോളും കൂടി കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഗോളുകൾ അടിക്കാൻ കുറെ ബോൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ രണ്ടാമത്തെ ഗോൾ പറഞ്ഞത് ഓൽമോയിൽ നിന്ന് പാസ് കൊടുക്കുന്നത് തന്നെ ഈ ചങ്ങായാണ്, പെഡ്രോ പോറോ. എന്നിട്ട് ആ പാസ് തന്നെ പെനാൽറ്റി ബോക്സിലുള്ള റിസീവ് ചെയ്തിട്ട് ആ ചങ്ങായ ഗോൾ അടിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ പാഞ്ഞു വന്നതെന്ന് ഒരു പിടിയില്ല. അതേപോലെ ഡിഫൻസിലും ചങ്ങായി, അതേപോലെ കുക്കറേലയുടെ കളി. പിന്നെ പറയേണ്ടത് കുബാർസി, വാട്ട് എ പെർഫോമൻസ്. 2026 വേൾഡ് കപ്പിൽ അൺറേറ്റഡ് പ്ലെയർ. എല്ലാവരും വേൾഡ് കപ്പ് സ്ക്വാഡ് നിർണ്ണയിച്ചപ്പോൾ സ്പെയിനിന്റെ ഈ ഒരു പെനാൾട്ടി സ്പെയിനിന്റെ ഈ ഒരു ഡിഫൻസീവ് ആണ്. എന്താ പറഞ്ഞാല് ലാപ്പോട്ട, എന്താ പറഞ്ഞാൽ പ്രായം തളർത്തിയ പോരാളി 19-കാരനായ കുബാർസി. എങ്ങനെ ഇത് രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെയുള്ള ടീമുകളിലേക്ക് പിടിച്ചു നിർത്തുന്നതാണ്. പക്ഷെ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം ഇത്ര മത്സരങ്ങൾ കഴിഞ്ഞിട്ട് ആകെ ഒരേ ഒരു ഗോളാണ് അവരുടെ ആ ഒരു അവരുടെ ഒരു ഗോൾ കീപ്പർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മാതിരി ഡിഫൻസ് ആണ്. അപ്പോ
എന്തായാലും ഫ്രാൻസ് മറികടന്ന് സ്പെയിന് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലും കടന്ന് ഫൈനലിലെത്തിയിരിക്കുകയാണ്. ഇനി അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ എന്തായാലും കരുതി തന്നെ ഇരുന്നോളൂ. നിങ്ങൾ രണ്ട് ടീമുകളാണെങ്കിലും ഈ സ്പെയിനെതിരെ വിജയിക്കാന്ന് പറഞ്ഞാൽ നന്നായി വേർക്കേണ്ടി വരും. പക്ഷെ ഇത് ഫുട്ബോളാണ്, ഒരൊറ്റ ദിവസത്തെ കളി മാറിയാൽ മതി. ഇന്ന് കണ്ടില്ലേ, ആരെങ്കിലും ഒരാൾ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് പോകാനുണ്ട് എല്ലാ കളിക്കും. ഇന്ന് ആരുമില്ല എന്ന് പറഞ്ഞാൽ എംബാപ്പെ നോക്കി, എംബാപ്പെ 0, ഒലീസി, ഡെമ്പല്ലെ, ഡിസെഡുയെ, ഒന്നും പറയാനില്ല. എല്ലാം മൊത്തത്തിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് അവിടെയൊക്കെ പഴിച്ചു ഫ്രാൻസിന്. സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കാര്യങ്ങൾ ചെറുക്കിനെ എല്ലാവരും ഇറക്കി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെയും ഡിസൈഡ് വന്ന ശേഷമാണ് ആ വിങ്ങുകളിൽ കുറച്ചെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയതും 2-3 അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയതും. പിന്നെ ബോള് കൺട്രോൾ ചെയ്ത്, അതേപോലെ തന്നെ ഇവരുടെ കാലില് ബോൾ കിട്ടുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് ഈ പരുന്ത് റാഞ്ചി കൊണ്ടുപോയില്ല. അങ്ങനെയാണ് ഈ സ്പെയിനിന്റെ ഓരോ പ്ലേയേഴ്സും, അതിൽ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, അറ്റാക്കിംഗ് ആയിക്കോട്ടെ, ഡിഫൻസീവ് ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 16ാമത്തെ വയസ്സിൽ യൂറോ കപ്പ്, 19ാമത്തെ വയസ്സിൽ ഒരു വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പ് ഇനിയിപ്പോ നിലവിൽ സ്പെയിനാണ് തൂക്കുന്നതെങ്കിൽ യമീനമാരായിരിക്കും ബാലൻഡിയർ ഈ വർഷത്തെ തൂക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഹാരി കെയ്ൻ ആയിരിക്കും മിക്കവാറും. ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഹാരി കെയ്ൻ ആയിരിക്കും ബാലൻഡിയർ തൂക്കാൻ പോകുന്നത്. അതുപോലെ സാക്ഷാൽ ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കപ്പെടുക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഈ സീസണിൽ ചിലപ്പോൾ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും വേൾഡ് കപ്പും തൂക്കിയിട്ട് ആൾ ബാലൻഡിയറും തൂക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ ഈ 3 ടീമിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയും കാത്തിരിക്കണം 2 മത്സരങ്ങൾ. നമുക്ക് ഫ്രാൻസ് വിസ സ്പെയിൻ ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക് നോക്കിക്കഴിഞ്ഞാൽ 14 ഷോട്ടുകൾ എടുത്തുള്ള അതിൽ 4 എണ്ണം ഓൺ ടാർഗറ്റ്, 4 3 എണ്ണം 80 മിനിറ്റുകളോ 85 മിനിറ്റുകൾക്ക് ശേഷം അടിച്ചാണ്. അതും വളരെ ദൗർഭാഗ്യകരമായ ഷോട്ടുകളാണ്. അതൊക്കെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാന്ന് പറയില്ല, അങ്ങനത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ സിമിയോണിന്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. എംബാപ്പയുടെ, അതേപോലെ തന്നെ പിന്നെ ആരാ, ഒലീസിയോ. അങ്ങനെ എംബാപ്പയുടെ ഒരു കിഡിലൻ, എന്താ പറഞ്ഞാല് ആ ഒരു കൗണ്ടറിൽ ഈ ചങ്ങായി വന്നിട്ട് ആ ഒരു അറ്റംപ്റ്റ് എടുക്കുന്നുണ്ടല്ലോ, എത്രയോ പെനാൽറ്റി ബോക്സിനൊക്കെ എത്രയോ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനെ 2-3 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. കിഡിലായിരുന്നു, ഓസ്കി എന്ന് പറയാൻ. ഈ ചങ്ങായിക്ക് ബിഗ് മാച്ചുകളിൽ പറ്റുന്ന എററുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ എററുകളൊക്കെ ഇന്ന് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാനുള്ള ഒരു സംശയമില്ല. സ്പെയിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 ഷോട്ടുകൾ എടുത്തുള്ളൂ, അതിൽ 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്, അത് 2 ഗോളായി എന്നുള്ള കാര്യമാണ്. 41% പൊസിഷൻ ഉണ്ടായിരുന്നു ഫ്രാൻസിന്റെ ഭാഗത്ത്. സ്പെയിന്റെ ഭാഗത്ത് നോക്കിയാൽ 51%. 408 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 487 പാസുകളാണ് സ്പെയിൻ കംപ്ലീറ്റ് ചെയ്തത്. 87% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു. അവിടെ നോക്കി കഴിഞ്ഞാൽ 86% പാസിംഗെ കുറിച്ച് ഉണ്ടായിരുന്നു. 11 ഫൗളുകൾ ഫ്രാൻസ് കമ്മിറ്റ് ചെയ്തപ്പോൾ 12 ഫൗളുകൾ സ്പെയിൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓഫ് സൈഡും അവിടെ 5 ഓഫ് സൈഡ്. ഏറ്റവും കൂടുതൽ ഓഫ് സൈഡ് ഓഫ് ലൈൻ ട്രാപ്പിൽ കുടുക്കിയ 2 ടീമുകളാണ് യമാലിനും എംബാപ്പയും. അതേപോലെ തന്നെ 7 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ഫ്രാൻസ് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതേപോലെ ഇവിടെ ആണെങ്കിൽ സ്പെയിന്റെ ഭാഗത്ത് ഒരൊറ്റ കോർണേഴ്സ് വിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 7 കോർണേഴ്സ്, ഫ്രാൻസിനെ പോലെ ഒരു ടീം 7 കോർണേഴ്സ് വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്പെയിനിന്റെ ഡിഫൻസ് എത്രമാത്രം കടുകട്ടിയാന്ന് കാണിച്ചെന്ന് മത്സരം. അങ്ങനെ ഫുട്ബോളിന്റെ എല്ലാ മേഖലയിലും ഭരണം കാഴ്ചവെച്ച് സ്പെയിന് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഫൈനലിൽ എതിരാളികൾ ആരാന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.